സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഭൗതികശാസ്ത്രം എന്ന വിഷയത്തിൽ ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു പാഠഭാഗമാണ് പ്രകാശം. വിവിധ പ്രകൃതി പ്രതിഭാസങ്ങളിലെ പ്രകാശത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നന്നായി പഠിക്കണം. പ്രകാശം. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 13 സെക്കൻഡ്. ആവൃത്തിയെ ആസ്പദമാക്കി വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ വർഗീകരണം അറിയപ്പെടുന്നത് വൈദ്യുതകാന്തിക സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. വൈദ്യുതചാലക കമ്പികളിലെ ചാർജുകൾ ത്വരണം ചെയ്യപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തരംഗങ്ങൾ റേഡിയോ തരംഗങ്ങൾ. റേഡിയോ ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് റേഡിയോ തരംഗങ്ങൾ. തരംഗദൈർഘ്യം കുറഞ്ഞ റേഡിയോ തരംഗങ്ങൾ അറിയപ്പെടുന്നത് മൈക്രോ തരംഗങ്ങൾ. ക്ലൈസ്ട്രോൺ, മാഗ്നട്രോൺ തുടങ്ങിയ പ്രത്യേക വാക്യം ട്യൂബുകൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന തരംഗങ്ങളാണ് മൈക്രോ തരംഗങ്ങൾ. താപതരംഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് തരംഗങ്ങളാണ്. ടെലിവിഷൻ, വീഡിയോ റെക്കോർഡുകൾ തുടങ്ങിയവയുടെ റിമോട്ട് സ്വിച്ചിങ് ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഇൻഫ്രാറെഡ് തരംഗങ്ങളാണ്. മനുഷ്യനേത്രങ്ങൾക്ക് ദൃശ്യമാകുന്ന വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഏതാണ്? ദൃശ്യപ്രകാശം, വിസിബിൾ ലൈറ്റ്. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ദൃശ്യമേഖലയിൽ തരംഗദൈർഘ്യമുള്ള വൈദ്യുതകാന്തിക തരംഗമാണ് പ്രകാശം. പ്രകാശത്തിൻ്റെ സഞ്ചാരപാത അറിയപ്പെടുന്നത് പ്രകാശരശ്മി, റേ ഓഫ് ലൈറ്റ് എന്നാണ്. പ്രകാശരശ്മിയുടെ കൂട്ടം അറിയപ്പെടുന്നത് പ്രകാശകിരണം, ബീം ഓഫ് ലൈറ്റ്. ശൂന്യതയിലെ പ്രകാശത്തിൻ്റെ വേഗം 3 × 10⁸ മില്ലി. അൾട്രാവയലറ്റ് തരംഗങ്ങളുടെ പ്രധാന സ്രോതസ്സ് സൂര്യനാണ്. മനുഷ്യന് ഹാനികരമാകുന്ന അൾട്രാവയലറ്റ് തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്നത് ഓസോൺ പാളി. ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണ്? സ്ട്രാറ്റോസ്ഫിയർ. ലാസിക്, ലേസർ അസിസ്റ്റന്റ് ഇൻ സിറ്റു കെരാട്ടോമിലേസ്. നേത്ര ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന തരംഗങ്ങൾ അൾട്രാവയലറ്റ് തരംഗങ്ങൾ. എക്സ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം റോൺജൻ. 1895 എക്സ് കിരണങ്ങൾ വില്യം റോൺജൻ കണ്ടെത്തിയത്. വൈദ്യുതകാന്തിക തരംഗങ്ങളും തരംഗദൈർഘ്യവും. റേഡിയോ തരംഗങ്ങൾ, മൈക്രോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് തരംഗങ്ങൾ, എക്സ് കിരണങ്ങൾ, ഗാമ തരംഗങ്ങൾ. ഇവയാണ് വൈദ്യുതകാന്തിക തരംഗങ്ങൾ. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഉയർന്ന ആവൃത്തിയുള്ള തരംഗങ്ങൾ ഗാമാ കിരണങ്ങൾ. ഒരു തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം വർദ്ധിക്കുന്നതനുസരിച്ച് അതിൻ്റെ ആവൃത്തിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു? ആവൃത്തി കുറയുന്നു. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സുതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഓബ്ജക്റ്റ്. സുതാര്യ വസ്തുവിന് ഒരു ഉദാഹരണം ശുദ്ധജലം. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് അർദ്ധധാര്യ വസ്തുക്കൾ. അർദ്ധധാര്യ വസ്തുവിന് ഒരു ഉദാഹരണം ടിഷ്യൂ പേപ്പർ. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് അധാര്യ വസ്തുക്കൾ. അധാര്യ വസ്തുവിന് ഉദാഹരണമാണ് മരത്തടി. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്ന പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രകാശത്തിൻ്റെ പ്രതിഫലനം, റിഫ്ലക്ഷൻ. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിഫലിക്കുന്നു. അവ ഏത് പേരിൽ അറിയപ്പെടുന്നു? ക്രമപ്രതിപതനം. പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങൾ അറിയപ്പെടുന്നത് ദർപ്പണങ്ങൾ. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇവ ഏത് പേരിൽ അറിയപ്പെടുന്നു? വിസരിത പ്രതിപതനം. ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശശക്തി അറിയപ്പെടുന്നത് പതനരശ്മി. പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതനബിന്ദു. ദർപ്പണത്തിൻ്റെ പ്രതലത്തിലെ ലംബമായി പതനബിന്ദുവിൽ വരച്ച രേഖയുടെ പേരെന്ത്? ലംബം. പ്രകാശം പതനബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മി അറിയപ്പെടുന്നത് പ്രതിപതന രശ്മി. പതനരശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോൺ അറിയപ്പെടുന്നത് പതനകോൺ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പ്രതിപതന രശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോൺ അറിയപ്പെടുന്നത് പ്രതിപതന കോൺ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ.
പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയാണ്. പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ഉപരിതലം നിരപ്പായ ദർപ്പണം ഏതു പേരിൽ അറിയപ്പെടുന്നു? സമതല ദർപ്പണം. സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണപ്പെടുന്നു. ഈ പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പാർശ്വിക വിപര്യായം. ഒരു സമതല ദർപ്പണത്തിൽ കാണുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്താണ്? വസ്തുവിൻ്റെ അതേ വലുപ്പത്തിലായിരിക്കും. സമതല ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എത്രയാണ്? 20 സെൻറ്റിമീറ്റർ തന്നെയാണ്. അഭിമുഖിയുമായി വച്ച 2 ദർപ്പണങ്ങളിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ സാധിക്കുന്നത് പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസം മൂലമാണ്? അപവർത്തന പ്രതിപതനം. പെരിസ്കോപ്പിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ആവർത്തന പ്രതിപതനം. കാലിഡോസ്കോപ്പിലെ പ്രവർത്തന തത്വം എന്താണ്? ആവർത്തന പ്രതിഫലനം. 2 സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം. കോണളവ് വർദ്ധിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു. കോണളവ് ഇൻറ്റു എക്സ് ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം ഡേഷ് ആകുന്നു. 360/x -1. 2 സമതല ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് 30 ആയാൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാകും? 11. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത എപ്രകാരമായിരിക്കും? നേർരേഖയിൽ. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശരശ്മിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയാണ്. പ്രകാശവേഗത്തെ സ്വാധീനിക്കുന്നതിനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവ് അറിയപ്പെടുന്നത് പ്രകാശിക സാന്ദ്രത. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ അതിലൂടെയുള്ള പ്രകാശവേഗം എപ്രകാരമായിരിക്കും? പ്രകാശവേഗം കുറയുന്നു. പ്രകാശ സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ ജലം, വായു, വജ്രം, സ്ഫടികം എന്നിവയെ ആരോഹണ ക്രമത്തിൽ എഴുതുക. വായു, ജലം, സ്ഫടികം, വജ്രം. ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? അപവർത്തനം. പ്രകാശത്തെ അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പ്രകാശ സാന്ദ്രതയെ. 2 മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശരശ്മി അറിയപ്പെടുന്നത് പതനരശ്മി എന്നാണ്. ഇൻസിഡൻറ്റ് റേ. അപവർത്തനത്തിന് വിധേയമാകുന്ന രശ്മി അറിയപ്പെടുന്നത് അപവർത്തന രശ്മി, റിഫ്രാക്റ്റഡ് റേ. അപവർത്തന രശ്മിക്കും പതനബിന്ദുവിലും ലംബത്തിനുമിടയിലുള്ള കോൺ അറിയപ്പെടുന്നത് അപവർത്തന കോൺ. പതനകോൺ, അപവർത്തന കോൺ, വിഭജന തലത്തിൽ പതനബിന്ദുവിലൂടെ വരച്ച ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയാണ്. സ്നെൽ നിയമത്തിൽ പരാമർശിക്കുന്ന സ്ഥിരസംഖ്യ അറിയപ്പെടുന്നത് ആവർത്തനാങ്കം. ആവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം എപ്രകാരമായിരിക്കും? കുറവായിരിക്കും. ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള ആവർത്തനാങ്കം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആപേക്ഷിക അപവർത്തനം, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ ആവർത്തനാങ്കം ഏത് പേരിൽ അറിയപ്പെടുന്നു? കേവല ആവർത്തനാങ്കം. വായുവിലെ പ്രകാശവേഗം c എന്നും മാധ്യമത്തിലെ പ്രകാശവേഗം v എന്നും സങ്കല്പിച്ചാൽ മാധ്യമത്തിൻ്റെ കേവല അപവർത്തനാങ്കം എത്രയാണ്? കേവല അപവർത്തനാങ്കം = ശൂന്യതയിലെ പ്രകാശവേഗം അല്ലെങ്കിൽ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം. സാധാരണയായി അപവർത്തനാങ്കം എന്നറിയപ്പെടുന്നത് കേവല അപവർത്തനാങ്കം. ജലത്തിൽ താഴ്ത്തി വച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. ഒരു ജലാശയത്തിൻ്റെ അടിത്തട്ട് അകലെ നിന്ന് നോക്കുമ്പോൾ അടുത്തു നിന്ന് തോന്നുമ്പോൾ
കാണുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്നതായി തോന്നുന്നതിന് കാരണം അപവർത്തനം. നക്ഷത്രത്തിൻ്റെ മിന്നിത്തിളക്കത്തിന് കാരണം അന്തരീക്ഷത്തിലെ അപവർത്തനം. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളം കടന്നുപോയതിനു ശേഷവും സൂര്യബിംബം അല്പസമയം കൂടി കാണാൻ കഴിയും. അതുപോലെ തന്നെ രാവിലെ കിഴക്കൻ ചക്രവാളത്തിലെത്തുന്നതിന് അല്പം മുമ്പും സൂര്യനെ കാണാൻ കഴിയും. ഇതിന് കാരണമായ പ്രകാശപ്രതിഭാസം അന്തരീക്ഷത്തിലെ അപവർത്തനം. വായുവിനെ ഗ്ലാസ്സിലേക്ക് കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയതിലേക്ക് പോകുമ്പോൾ അപവർത്തന രശ്മി എപ്രകാരം കാണപ്പെടുന്നു? ലംബത്തോടടുത്ത്. ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ അപവർത്തന രശ്മി എപ്രകാരം കാണപ്പെടുന്നു? ലംബത്തിൽ നിന്ന് അകന്ന്. പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ആവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതനകോൺ ക്രിട്ടിക്കൽ കോൺ. ജലത്തിലെ ക്രിട്ടിക്കൽ കോണളവ് എത്രയാണ്? 48.6 ഡിഗ്രി. പ്രാദേശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിപ്പിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിഫലനം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ജലോപരിതലത്തിലേക്ക് നോക്കുന്ന ഒരാൾക്ക് അക്വേറിയത്തിൻ്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ കാണപ്പെടാനുള്ള കാരണം പൂർണ്ണാന്തര പ്രതിഫലനം. വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് ഉപയോഗിക്കുന്നത്? പൂർണ്ണാന്തര പ്രതിഫലനം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഫലനം പൂർണ്ണാന്തര പ്രതിഫലനം. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശം അറിയപ്പെടുന്നത് സമന്വിക പ്രകാശം, കോമ്പോസിറ്റ് ലൈറ്റ്. സമന്വിക പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്ന പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രകീർണനം, ഡിസ്പെർഷൻ. പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണം അറിയപ്പെടുന്നത് വർണ്ണരാജി, വിസിബിൾ സ്പെക്ട്രം. പ്രകീർണ ഫലമായി ഏത് വർണ്ണത്തിനാണ് കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത്? വയലറ്റ്. പ്രകീർണ ഫലമായി ഏത് വർണ്ണത്തിനാണ് കുറഞ്ഞ വ്യതിയാനം സംഭവിക്കുന്നത്? ചുവപ്പ്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ്? വയലറ്റ്. തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പ്. പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ തരംഗദൈർഘ്യം കൂടിയ വരുന്നതനുസരിച്ച് വർണ്ണങ്ങൾ വ്യതിയാനം എപ്രകാരമാണ്? കുറയുന്നു. പ്രിസത്തിൽ ചരിഞ്ഞു പ്രവേശിക്കുന്ന അവസരത്തിലും പ്രിസത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴും പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? അപവർത്തനം. വ്യതിയാനത്തിൻ്റെ അളവ് എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു? തരംഗദൈർഘ്യത്തെ. വ്യത്യസ്ത അളവുകളിൽ വർണ്ണങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുന്നത് ഡേഷിന് കാരണം പ്രകീർണനം. ശൂന്യതയിലെ വായുവിലെ പ്രകാശത്തിൻ്റെ വേഗം തരംഗദൈർഘ്യത്തെ ആശ്രയിക്കുന്നില്ല. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ശൂന്യതയിലെ പ്രകാശത്തിൻ്റെ പ്രവേഗം തരംഗദൈർഘ്യത്തെ ആശ്രയിക്കുന്നില്ല. വായുവിൽ ദൃശ്യപ്രകാശത്തിലെ എല്ലാ തരംഗദൈർഘ്യങ്ങളും ഒരേ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രകീർത്തനം ഇല്ലാത്ത മാധ്യമങ്ങൾ. സൂര്യപ്രകാശം വെളുത്ത പ്രകാശമായി ഭൂമിയിലെത്തുന്നത് എന്തുകൊണ്ടാണ്? വായു ഒരു പ്രകീർണനം ഇല്ലാത്ത മാധ്യമമായതിനാൽ. പ്രകീർണമുള്ള മാധ്യമത്തിന് ഉദാഹരണം ഗ്ലാസ്. അന്തരീക്ഷത്തിലെ ജലത്തുള്ളികളിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പ്രകീർണത്തിന് ഉദാഹരണമാണ് മഴവില്ല്. മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസങ്ങൾ ഏതെല്ലാം? പ്രകീർണനം, അപവർത്തനം, പ്രതിപതനം. സൂര്യനിൽ ആകാശത്തിൽ ഒരു വശത്ത് ജ്വലിക്കുകയും എതിർവശത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഡേഷ് പ്രത്യക്ഷപ്പെടുന്നത്? മഴവില്ല്. സൂര്യരശ്മികളുടെ സഞ്ചാര ദിശയുടെ അതേ ദിശയിലേക്ക് നോക്കുമ്പോഴാണ് ഡേഷ് കാണപ്പെടുന്നത്? മഴവില്ല്. മഴവില്ല് കിഴക്ക് ഭാഗത്ത് കാണുമ്പോൾ സൂര്യൻ ഏത് ഭാഗത്തായിരിക്കും? പടിഞ്ഞാറ്. സൂര്യൻ ചക്രവാളത്തോടടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ദൃശ്യമാകുന്ന മഴവില്ലിൻ്റെ ഭാഗം എപ്രകാരമായിരിക്കും? കൂടുതലാണ്. സൂര്യൻ ചക്രവാളത്തിൽ നിന്ന് വളരെ ഉയരത്തിലായാൽ മഴവില്ലിന് എന്ത് സംഭവിക്കുന്നു? അദൃശ്യമാക്കും. വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില്ല് എപ്രകാരം കാണാൻ സാധിക്കും? വൃത്താകൃതി. മഴവില്ലിൻ്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും യോജിപ്പിക്കുന്ന രേഖ അറിയപ്പെടുന്നത് ദൃഷ്ടിരേഖ.
ജലകണികകളിൽ പതിക്കുന്ന രശ്മികൾ ദൃഷ്ടിരേഖയ്ക്ക് എപ്രകാരമായിരിക്കും? സമാന്തരമായിരിക്കും. പ്രകാശരശ്മി ഒരു ജലകണികകളിലൂടെ കടന്നു പോകുമ്പോൾ എത്ര പ്രാവശ്യം ആവർത്തനം സംഭവിക്കുന്നു? 2 പ്രാവശ്യം. പ്രകാശരശ്മി ഒരു ജലകണികകളിലൂടെ കടന്നു പോകുമ്പോൾ എത്ര പ്രാവശ്യം ആന്തര പ്രതിഫലനത്തിന് വിധേയമാകും? 1 പ്രാവശ്യം. മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണപ്പെടുന്ന വർണ്ണമേതാണ്? ചുവപ്പ്. മഴവില്ലിൻ്റെ അകത്തെ അരികിലായി കാണപ്പെടുന്ന വർണ്ണമേതാണ്? വയലറ്റ്. ജലത്തുള്ളികളിൽ പതിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശയും ജലത്തുള്ളിയിൽ നിന്ന് ബഹിർഗമിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? 40.8 ഡിഗ്രിക്കും 42.7 ഡിഗ്രിക്കും ഇടയിൽ. മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണപ്പെടുന്ന ചുമപ്പ് വർണ്ണത്തിൻ്റെ കോണളവ് എത്ര? 42.7 ഡിഗ്രി. മഴവില്ലിൻ്റെ അകത്തെ അരികിലായി കാണപ്പെടുന്ന വയലറ്റ് വർണ്ണത്തിൻ്റെ കോണളവ് എത്രയാണ്? 40.8 ഡിഗ്രി. ബാക്കിയുള്ള വർണ്ണങ്ങളുടെ കോണളവ് എപ്രകാരമായിരിക്കും? ഈ 2 കോണളവുകൾക്കുമിടയിലാണ്. സാധാരണയായി മഴവില്ല് എന്നറിയപ്പെടുന്നത് പ്രാഥമിക മഴവില്ലിനെയാണ്. ജലത്തുള്ളിയുടെ ഉള്ളിൽ പ്രകാശരശ്മി ഒന്നിനു പകരം 2 ആന്തര പ്രതിഫലനത്തിന് വിധേയമാകുന്നുണ്ടെങ്കിൽ അത്തരം മഴവില്ല് അറിയപ്പെടുന്നത് ദ്വിതീയ മഴവില്ല്. ദ്വിതീയ മഴവില്ലിൽ പ്രകാശ തീവ്രത എപ്രകാരമാണ്? കുറവാണ്. പ്രാഥമിക മഴവില്ലിനെ അപേക്ഷിച്ച് ദ്വിതീയ മഴവില്ലിൻ്റെ നിറം എപ്രകാരമാണ്? നിറം മങ്ങിയതായി കാണപ്പെടുന്നു. ദ്വിതീയ മഴവില്ലിൻ്റെ വർണ്ണങ്ങളുടെ ക്രമം എപ്രകാരമാണ്? പ്രാഥമിക മഴവില്ലിൻ്റെ നേർ വിപരീതം. പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങളേവ? പച്ച, നീല, ചുവപ്പ്. മഴവില്ല് രൂപപ്പെടുന്നതെങ്ങനെ? സൂര്യപ്രകാശം ജലത്തുള്ളിയിൽ പതിക്കുമ്പോൾ വായുജല സമ്പർക്കത്തിൽ ആവർത്തനത്തിന് വിധേയമാകുന്നു. ജലത്തുള്ളിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകീർണത്തിന് വിധേയമായി ഘടകവർണ്ണങ്ങളായി വിഘടിക്കുന്നു. തരംഗദൈർഘ്യം കൂടിയ പ്രകാശരശ്മികൾ ചുമപ്പ് കുറച്ച് മാത്രം സഞ്ചാരപാതയിൽ നിന്നും വ്യതിചലിക്കുകയും തരംഗദൈർഘ്യം കുറഞ്ഞ പ്രകാശരശ്മികൾ ഉദാഹരണത്തിന് വയലറ്റ് കൂടുതൽ വ്യതിചലിക്കുകയും ചെയ്യുന്നു. ഈ പ്രകാശരശ്മികൾ ജലത്തുള്ളിയിലൂടെ ജലവായു സമ്പർക്ക തലത്തിൽ ആന്തര പ്രതിഫലനത്തിന് വിധേയമാകുന്നു. ഇങ്ങനെ പ്രതിപതിച്ചു വരുന്ന രശ്മികൾ ജലത്തുള്ളിയിലെ ജലവായു സമ്പർക്ക തലത്തിൽ